നാടകത്തിൽ അഭിനയിക്കണം, എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യണം, ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു വായനശാല വാർഷികത്തിന് നാടകമുണ്ട്. അപ്പോൾ ആ നാടകത്തിന് പുള്ളിക്ക് ഒരു പെർഫോം ചെയ്യാനായിട്ട് ഡയറക്ടർ എടുത്ത് ചോദിച്ച് കാല് പിടിച്ചൊരു വേഷം മേടിച്ചു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നിനക്ക് വേഷം തരാം, ഡയലോഗ് തെറ്റിക്കരുത്, കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം. പുള്ളിക്കറിയാം ഇവൻ എവിടെയെങ്കിലും തെറ്റിക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് ഒരു ജഡ്ജിൻ്റെ വേഷം കൊടുത്തു. ജഡ്ജിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ വക്കീലന്മാർ വന്ന് വാദപ്രതിവാദം നടത്തും. എന്നിട്ട് പറയും, എൻ്റെ കക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് കോടതി അനുവാദം തരണം. അപ്പോൾ നമ്മുടെ ജഡ്ജിയായിട്ടിരിക്കുന്ന നമ്മുടെ ഈ അനൗൺസറുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ യെസ് പ്രൊസീഡ്, ഇത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ആദ്യം മുതലേ ഈ യെസ് പ്രൊസീഡ് പേപ്പറിലൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണ്. യെസ് പ്രൊസീഡ്, യെസ് പ്രൊസീഡ്, യെസ് പ്രൊസീഡ്, യെസ് പ്രൊസീഡ്. എന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കും, എടാ ഒന്ന് നോക്കടാ, നമ്മൾ പേപ്പർ നോക്കിക്കണം. എന്നിട്ട് പുള്ളി യെസ് പ്രൊസീഡ്, ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞ് പുള്ളി നാടകത്തിൻ്റെ അന്ന് അണിയറയിലൊക്കെ വെച്ചിട്ട് എടാ യെസ് പ്രൊസീഡ് കറക്റ്റ് അല്ലേ എല്ലാം പറഞ്ഞ് പുള്ളി പഠിച്ച് അങ്ങനെ സ്റ്റേജ് നാടകം തുടങ്ങി. ഈ വക്കീൽ വാദിച്ച് വരികയാണ്, എനിക്ക് എൻ്റെ സാക്ഷി വിസ്തരിക്കാൻ കോടതി അനുവാദം തരണം. അപ്പോൾ കറക്റ്റ് പുള്ളി ആൾക്കാരെ എല്ലാം കണ്ടപ്പോൾ യെസ് പ്രൊസീഡ് മറന്നു. ഇത് പ്രൊസീഡ് പറയാണ്ട് പുള്ളിക്ക് പിന്നെ ഈ നാടകം വക്കീലിന് മുന്നോട്ട് കൊണ്ടുപോകാനും പാടില്ല. വീണ്ടും പുള്ളി അനുവാദം തരണം. അപ്പോൾ വീണ്ടും പുള്ളി ഇങ്ങനെ ഇരിക്കുക, സാക്ഷി വിസ്തരിക്കാൻ അനുവാദം തരണം കോടതി. പുള്ളിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്ന്. പുള്ളി പെട്ടെന്ന് എനിക്ക് പ്രൊസീഡ് അറിയാം, പക്ഷെ ചുമ വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളത്.